നമസ്കാരം, ഞാൻ രജനീഷ്. മാസിൻ്റെ ബിയോണ്ട് ബേസിക്സ് മാസ്റ്റർ യുവർ ടാലി സ്കിൽസ് എന്ന വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ് ബാക്കപ്പ് ചെയ്യുക. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ബാക്കപ്പ് ചെയ്യുക എന്നുള്ളത്. കമ്പ്യൂട്ടറിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാലോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫയലിൽ എന്തെങ്കിലും കറപ്ഷൻ സംഭവിച്ചാലോ ഒക്കെയും ഈ ബാക്കപ്പ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മൾ ചെയ്ത വർക്കുകൾ നമുക്ക് റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റും. ടാലി യൂസേഴ്സ് നമ്മൾ ടാലി ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും സപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ എല്ലാ തവണയും ഓർമ്മിപ്പിക്കുന്നതാണ് ബാക്കപ്പ് എടുക്കുക എന്നുള്ള കാര്യം. നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയ ഡാറ്റ എന്തെങ്കിലും കാരണവശാൽ ഇതുപോലെ കറപ്റ്റായി പോയി കഴിഞ്ഞാൽ ബാക്കപ്പ് ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും എല്ലാം റീ എൻട്രി ചെയ്യേണ്ടി വരും. റീ എൻട്രി ചെയ്യേണ്ടവരെന്ന് മാത്രമല്ല, വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ് പല കാര്യങ്ങളും നമ്മൾ റിക്കവർ എടുക്കാൻ ചെയ്ത കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ബാക്കപ്പ് ടാലിയിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് ബാക്കപ്പ് ആയിക്കോട്ടെ ക്ലൗഡിൽ എങ്ങനെ സ്റ്റോർ ചെയ്യാം. ഗൂഗിൾ അക്കൗണ്ടുള്ള എല്ലാവർക്കും ഫ്രീ ആയി കിട്ടുന്നതാണ് ഗൂഗിൾ ഡ്രൈവ്. ആ ഗൂഗിൾ ഡ്രൈവിലേക്ക് നമ്മളുടെ ഡാറ്റാസ് വളരെ ഈസി ആയിട്ട് എങ്ങനെ അപ്ലോഡ് ചെയ്യാം, ടാലി ബാക്കപ്പ് എങ്ങനെ അപ്ലോഡ് ചെയ്യാം, അതുപോലെ തന്നെ മറ്റ് ഫയലുകളായാലും നമുക്ക് അപ്ലോഡ് ചെയ്യാം ഇതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട്. അതെങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ ആദ്യം ഗൂഗിൾ ഡ്രൈവ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കോൺഫിഗർ ചെയ്യുക, അതായത് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഓട്ടോ സിങ്കിങ് ഓപ്ഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഗൂഗിൾ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിളിൽ ആപ്സ് അവൈലബിൾ ആയ എല്ലാ സർവീസസും ഇവിടെ കാണിക്കുമല്ലോ. ഇങ്ങനൊരു പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണിക്കും. അതിൻ്റെ ഉള്ളിൽ ഗൂഗിൾ ഡ്രൈവ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ആയി വരും. ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ ലെവലിൽ നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ ഒരു അടിഭാഗത്ത് കാണാം ഗെറ്റ് ഡ്രൈവ് ഫോർ ഡെസ്ക്ടോപ്പ് ഡൗൺലോഡ്. ആ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ കിട്ടുന്ന സ്ക്രീൻ ഇങ്ങനത്തെ ഒരു സ്ക്രീനാണ്. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഗൂഗിളിൻ്റെ നോട് ബന്ധപ്പെട്ടുള്ള ഗൂഗിൾ ഡോക്ക്, ഗൂഗിൾ ഷീറ്റ് എന്നുള്ളതൊക്കെ അതിൻ്റെ ഷോർട്ട് കട്ട്സ് കൂടെ വന്നിട്ടുണ്ടാവും. ഇതൊക്കെ ഓൺലൈനായിട്ട് നമുക്ക് ഗൂഗിൾ ഷീറ്റോ ഗൂഗിൾ ഡോക്കൊക്കെ സേവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട്സാണ്. അപ്പം നമുക്ക് ഈ പറഞ്ഞ വെൽക്കം ടു ബാക്കപ്പ് ആൻഡ് സിങ്ക് എന്ന് പറഞ്ഞ സ്ക്രീനിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യാം. ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് വരുന്നത് സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് സൈൻ ഇൻ ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മളുടെ കമ്പ്യൂട്ടറിലെ ഏതൊക്കെ ഫോൾഡറുകളാണ് ബാക്കപ്പിൽ ആയിട്ട് ഗൂഗിൾ ഡ്രൈവിലേക്ക് ബാക്കപ്പ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ചോദിക്കും. അപ്പോൾ അത് നമ്മൾ കോൺഫിഗർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ബൈ ഡിഫോൾട്ട് ഡെസ്ക്ടോപ്പ് ഡോക്യുമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞത് പോലെ ഇതൊന്നും നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒഴിവാക്കാം. എന്നിട്ട് നമുക്ക് ഒരു ഫോൾഡർ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഡ്രൈവിൻ്റെ ഉള്ളിൽ ഗൂഗിൾ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് ഫോൾഡർ ഉണ്ട്. ഈ ഫോൾഡറാണ് എനിക്ക് ബാക്കപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലാണ് ഞാൻ ബാക്കപ്പ്സ് ഇടുന്നത്. ആ ഫോൾഡർ ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ്. ഞാൻ ഓൾറെഡി കോൺഫിഗർഡ് ആയതുകൊണ്ടാണ് എറർ വന്നുള്ളത്. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ ഡ്രൈവ് ഫൈനലായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാനത് ചേഞ്ച് ചെയ്യുന്നില്ല, ഞാൻ ഓൾറെഡി ചെയ്തതാണ്, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആ ജി ഡ്രൈവിലുള്ള ആ ഫോൾഡറിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മളുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സിങ്ക് ആവും. അപ്പോൾ ഞാൻ ജി ഡ്രൈവിൽ ഗൂഗിൾ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി മുന്നൊരു ബാക്കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി സിങ്ക് ആയിട്ടുണ്ട്. ഞാൻ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് കാണിച്ചു. കമ്പ്യൂട്ടറിൽ മൈ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ഡ്രൈവ് എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ ഉള്ളിൽ ടാലി ബാക്കപ്പ് എന്ന് പറഞ്ഞത് വന്നിട്ടുണ്ട്. നമ്മളൊരു പുതിയൊരു ബാക്കപ്പ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും സ്റ്റോർ ചെയ്ത് നോക്കാം. നമ്മൾ ടാലിയിൽ നിന്ന് തന്നെ ചെയ്ത് നോക്കാം. ബാക്കപ്പിൽ പോയി അവിടെ ഡാറ്റ പാത്ത് ഇവിടെ നമ്മൾ ജി ഡ്രൈവിൽ ഗൂഗിൾ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുള്ള പാത്ത് ഞാനതിൽ വേറൊരു പേരിൽ
ഇന്നത്തെ ഡേറ്റിൽ 22/10/2020 എന്ന് പറഞ്ഞ ഡേറ്റിൽ ഒരു ഫോൾഡർ ഓട്ടോമാറ്റിക് ഉണ്ടായിക്കോളും ടാലി. ഇങ്ങനത്തെ ഒരു കമ്പനി, കറണ്ട് കമ്പനി ഞാൻ ബാക്കപ്പ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്യും. ബാക്കപ്പ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും സിങ്കിങ് നടക്കുന്നത്, സിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഓട്ടോമാറ്റിക് സിങ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ആ ബാക്കപ്പ് എടുത്ത ഫയൽ സിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഫോൾഡർ ഓൾറെഡി സിങ്കായി ആ ഫയൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. ഇപ്പോൾ സിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ 2 ഗ്രീൻ ടിക്ക് വന്നിട്ടുണ്ട്. അതാണ് സിങ്കിങ് കഴിഞ്ഞു. നമുക്കൊന്ന് ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം. ഗൂഗിൾ ഡ്രൈവ് നേരത്തെ ഓപ്പണായി. അതിൻ്റെ ഉള്ളിൽ കണ്ട 22/10/2020 എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ആയി വന്നു. നേരത്തെ അത് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഉള്ളിൽ നമ്മളെടുത്ത ബാക്കപ്പ് TPK ആ കമ്പനിയുടെ ബാക്കപ്പ് അതിലേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഏത് ഡാറ്റ വേണമെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യൊന്നും വേണ്ട. നമ്മളുടെ കമ്പ്യൂട്ടറിലെ ഒരു ഫോൾഡർ ഗൂഗിൾ ഡ്രൈവായിട്ട് നമ്മൾ സിങ്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതേപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൾഡറിൽ ഇടുന്ന എല്ലാ ഫയലുകളും നമുക്ക് ആവശ്യമായ ബാക്കപ്പ് ചെയ്യേണ്ട ഗൂഗിൾ ഡ്രൈവിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ഏതൊക്കെ ഫയലുകൾ വേണോ അതെല്ലാം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഡിഫറെൻറ്റ് ഫോൾഡേഴ്സ് ഉണ്ടാക്കിയിട്ട്, ഇതുപോലെ നമ്മൾ ഡിഫറെൻറ്റ് ഫോൾഡേഴ്സ് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഗൂഗിൾ ഡ്രൈവിൽ ക്ലൗഡിൽ പോയിട്ട് നമ്മളുടെ സ്പേസിൽ അത് സ്റ്റോർ ആയി കിടക്കും. അപ്പോൾ നാളെ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും പ്രോബ്ലം പറ്റി കഴിഞ്ഞാലും നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഡാറ്റാസ് കിട്ടും. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളെ ഡാറ്റാസ് ബാക്കപ്പ് ചെയ്യാൻ മറക്കരുതെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.